തൃക്കരിപ്പൂരിൽ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സർവേകളിലൊന്നും യു ഡി എഫിന് അനുകൂലമായിരുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്. നിങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ സർവേകളിൽ കേരളവും യു ഡി എഫിന് അനുകൂലമായിരുന്നില്ലല്ലോ പലതിലും. ഒരുപക്ഷെ നിങ്ങളാരും ഇത്ര വലിയൊരു ഭൂരിപക്ഷം പ്രഡിക്റ്റ് ചെയ്തിട്ടുമില്ല. ഈവൻ നിങ്ങളുടെ പ്രീ പോളിന് ശേഷവും അല്ലെങ്കിൽ എക്സിറ്റ് പോളിനൊക്കെ ശേഷവും നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടെ പിന്നെ നെക്ക് ടു നെക്കായിരിക്കും, അതല്ലെങ്കിൽ വീണ്ടും തുടർഭരണം ഉണ്ടായിരിക്കുമെന്നൊക്കെയായിരുന്നു പല തരത്തിലുള്ള പ്രതികരണങ്ങൾ. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളെപ്പോലെ ഞങ്ങളും ജനങ്ങൾക്കിടയിൽ താഴെ തലത്തിൽ പ്രവർത്തിക്കുന്നവരും അവരുമായിട്ട് അഭിമുഖീകരിക്കുന്നവരൊക്കെയാണ്. ജനങ്ങളുടെ പൾസ് നമുക്ക് മനസ്സിലാകും. തൃക്കരിപ്പൂരിൽ അതൊരു ഇടത് കോട്ടയാണെന്നുള്ളതൊരു വ്യാജ നറേറ്റീവാണ്, ഒരു ഫേക്ക് നറേറ്റീവാണെന്നുള്ളത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു. ആ നറേറ്റീവ് പൊളിക്കാൻ സാധിക്കും, അത് പൊളിക്കും എന്ന് ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ ആ മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് ആ മണ്ഡലമാണ് മത്സരിക്കാൻ വേണ്ടി പാർട്ടി അനുവദിച്ചപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ അനലൈസ് നടത്തി ഒരു ഡാറ്റ മൈനിങ് നടത്തിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. വളരെ കുറച്ച് സമയമാണ് കിട്ടിയിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ മൈക്രോ ലെവലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രാറ്റജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയുന്ന, യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കള്ളവോട്ടുകളുടെ ഒരു പ്രളയം തന്നെ മറുവശത്തുണ്ടായിട്ടും അതിനെ മറികടന്നുകൊണ്ട് കൂടിയിട്ടാണ് ഞങ്ങൾ വിജയം നേടിയിട്ടുള്ളത്. അല്ല, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു സന്നിഗ്ധാവസ്ഥയിൽ എന്നെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച് ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു കുടുംബവും ഒരു പ്രസ്ഥാനവുമാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതാന്ത്യം വരെ എനിക്കത് മറക്കാൻ കഴിയില്ല. ആ കടപ്പാട് നന്ദിയും മറക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, എൻ്റെ എല്ലാ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, ഓരോ ഘട്ടത്തിലും തീർച്ചയായിട്ടും ഞാൻ അന്ന് ഓർമ്മയുണ്ടാവും, നിങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നയാളാണ്. ഒരു 1.5 വർഷം മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്ന ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസവും പ്രതിസന്ധിയും നേരിടുന്നൊരു സമയത്താണ് വന്ന് കയറുന്നത്. അന്ന് ഒരു പക്ഷേ അവർക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താമായിരുന്നു, പക്ഷേ എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അന്നാ ചേർത്ത് പിടിച്ചത് ഇന്നും ഉണ്ട്. എനിക്ക് വേണ്ടിയിട്ട് തങ്ങൾ ഇവിടുന്ന് തൃക്കരിപ്പൂരിൽ വന്ന് പ്രചരണം നടത്തി. സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ വന്നു, മുനവർ അലി തങ്ങൾ വന്നു, ബഷീർ തങ്ങൾ വന്നു. അവരെല്ലാവരും വന്ന് അവിടെ പ്രചരണം നടത്തിയതിൻ്റെയൊക്കെ ഗുണഫലം അവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാത്സല്യവും ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും തൃക്കരിപ്പൂരിലുണ്ടായിരുന്നു. വലിയ പിന്തുണയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നൽകിയിട്ടുള്ള പിന്തുണയും കരുതലും ഉണ്ട്. അതിൻ്റെ ഇനിയിപ്പോൾ എനിക്ക് ജീവിതാവസാനം വരാൻ നന്ദിയും കടപ്പാടുണ്ട്. ഈ പരാമർശം അത് ലീഗിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ട് ലീഗ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത്. അപ്പോൾ താങ്കൾ ലീഗിന് വലിയ പിന്തുണ നേടിയ ഒരാളാണ്. അപ്പോൾ ആ പരാമർശം അനവസരത്തിലായോ? നോക്കൂ, ഞാൻ ഈ കാര്യത്തിൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളതിനെ അരികും ഒക്കെ കട്ട് ചെയ്തെടുത്ത് വക്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിധത്തിലൊക്കെ നിങ്ങളത് പുറത്ത് വിടും. എന്നിട്ട് അത് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ഞാൻ കുറേ കാലം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു കാര്യം പറയും, ചിലപ്പോൾ ഞാൻ വേറൊരാളെ കോട്ട് ചെയ്ത് പറഞ്ഞായിരിക്കും, പക്ഷേ പുറത്ത് വരുന്നത് എന്തായിരിക്കും, ഞാനത് പറഞ്ഞു വന്നായിരിക്കും. ഇതൊക്കെ എന്താണ് പറഞ്ഞത് എന്ന് സംബന്ധിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. എന്നെ സംബന്ധിച്ചോളം, വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചോളം, എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ കടപ്പാടും നന്ദിയും ഉള്ളതാണ്. അത് നേരിട്ട് വരേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ഇപ്പം ഇന്ന് രാവിലെ മുതലുള്ള ഏറ്റവും വലിയ പ്രധാന ചർച്ച AICC നിരീക്ഷണമായിട്ടുള്ള മുഗൾ വാസ്തുവിന്റെ കയ്യിലൊരു ചിത്രമാണ്. ആ ചിത്രത്തിൽ സന്ദീപ് വാര്യർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. KCയുടെ താങ്കളുടെ പേരിന്റെ നേരെ KCയുടെ പേര് എഴുതി. ആ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു ഇന്റേണൽ ഡെമോക്രസി ഉണ്ട്, ഒരു ആഭ്യന്തര ജനാധിപത്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ദൗർഭാഗ്യവശാൽ അത് ഇല്ലാത്ത 2 പ്രസ്ഥാനങ്ങളാണ് CPM ഉം BJP യും. അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. CPM ആണെങ്കിൽ CPM-ന് ഒരു അധികാരം, ഒരു സെൻട്രൽ പവറുണ്ട്. ആ ഒരു പവർ സെൻറ്ററിൽ നിന്നാണ് തീരുമാനങ്ങൾ വരുന്നത്. BJP-ക്ക് ആണെങ്കിൽ നാഗ്പൂരിൽ നിന്നാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത്. അത് താഴെ തലങ്ങളിലേക്ക് യാന്ത്രികമായിട്ട് അനുസരിക്കുന്ന ആളുകളാണ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ളതെങ്കിൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് ഈ കോൺഗ്രസിലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെയാണ് കാണിക്കുന്നത്. ഞങ്ങളൊക്കെ അഭിപ്രായം തേടിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ അഭിപ്രായത്തെ മതിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ് ഒരു വിശാലമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അവരെല്ലാ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകൻ്റെയും ജനപ്രതിനിധിയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയല്ലേ? അതങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം, കോൺഗ്രസിനകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആഭ്യന്തര കാര്യമാണ്. അവിടെ നിന്ന് ഇന്റേണൽ എക്സസൈസാണ്.
ആ ഇൻറ്റേർണൽ എക്സസൈസിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ആ പാർട്ടിയാണ് വിലയിരുത്തേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ പുറത്ത് വന്ന ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ അതെന്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് ഒന്നും പറയണ്ട. ഞാൻ ഇത്രേ പറയുന്നു. അല്ല ആ ചിത്രത്തിൽ എന്താണ് എഴുതിയതെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇത്രേ പറയുന്നു. അല്ല ഞാൻ പറയട്ടെ, ഞാൻ ഇത് പറയുന്നു. അതൊരു ഞാൻ പറയും നിങ്ങൾ ആ പുറത്ത് വന്ന ചിത്രത്തിൻ്റെ വസ്തു എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല. എനിക്കിത്രയേ പറയാനുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരമൊരു എക്സസൈസ് നടക്കുന്നു എന്നുള്ളത്, ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനെ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇത് അതല്ലെങ്കിൽ എന്താ പറയുക, ഇതെങ്ങനെ ജനാധിപത്യ പാർട്ടിയായി മാറുക? ഈ തെരുവിലിറങ്ങി ഇഷ്ടപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി പ്രകടനം നടത്തുന്നതും അതിൻ്റെ പരിധിയിൽ വരും. അതെല്ലാം പാർട്ട് ഓഫ് ഡെമോക്രസി, അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. അതെല്ലാം നടക്കും, അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നുമില്ലാതെ ഈ MLA-മാരുടെ ഒന്നും അഭിപ്രായം ചോദിക്കാതെ ഉള്ളൊരു തീരുമാനം ആണ് വരുന്നതെങ്കിൽ അതല്ലേ സത്യത്തിൽ തെറ്റായിട്ടുള്ള കാര്യം? ഇത് എല്ലാവരും അഭിപ്രായം കേൾക്കുക എന്നുള്ളത് ഒരു വേണമെങ്കിൽ പാർട്ടിക്ക് ഏകപക്ഷീയമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അത് ചെയ്യാതെ എല്ലാവരും അഭിപ്രായം കേൾക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അതിൽ മറ്റുള്ളവർക്കും അഭിപ്രായം പറയാൻ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. വോട്ട് ചെയ്ത ജനങ്ങളടക്കമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്കൊക്കെ അഭിപ്രായം പറയുന്നത് ഇന്ത്യ മഹാരാജ്യമല്ലേ? ഈ കോൺഗ്രസ് നേടിക്കൊടുത്ത ജനാധിപത്യ അവകാശങ്ങളല്ലേ ഇവിടെയുള്ളത്? ഈ നാടിന് ഇങ്ങനെ അഭിപ്രായം പറയാനും ഇങ്ങനെ പ്രകടനം നടത്താനും മുദ്രാവാക്യം വിളിക്കാനൊക്കെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മൈക്കുകൊണ്ടെന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം. പ്രകടനം നടത്തുന്നതിലൊന്നും തെറ്റില്ല. എന്ത് തെറ്റ്? ഞങ്ങൾ CPM-മാരെ നടപടിക്കുന്നതാണോ കരുതിയത്? ഞങ്ങളുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്. VS സ്റ്റാൻഡ് എന്നാണ് അതിൻ്റെ പേര്. ഓർമ്മയുണ്ടോ? പണ്ട് കേരളത്തിലുണ്ടായ പുകലൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. ആ പ്രശ്നമൊന്നും കോൺഗ്രസിലില്ല. സംസാരിക്കും കോൺഗ്രസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കരിയോലൊഴിപ്പ്, ഈ ഫ്ലെക്സ് ഒട്ടിപ്പ് ഇങ്ങനെ നടക്കുന്നത് പുള്ളിക്ക് വിഷമമുണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മനോഹരമായിട്ടുള്ള സംവാദങ്ങളും പ്രകടനങ്ങളും ഒക്കെ ആശാസ്യകരമാണ്. പക്ഷേ അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളിലേക്ക് പോകരുതെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചില്ല. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞത്. താങ്കളുടെ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ പിന്തുണയുണ്ടായ വിജയത്തിലെന്ന് പറയുന്നുണ്ടല്ലോ. മുസ്ലിം ലീഗ് VD സതീശനാണല്ലോ സ്വാഭാവികമായിട്ട് ഈ ചർച്ചയിൽ പിന്തുണക്കുന്നത്. താങ്കളുടെ പേര് KC-യുടെ ടിക്ക് വിട്ടിട്ടുണ്ട്. അല്ല ഞാൻ നോക്കട്ടെ, അതെനിക്കറിയില്ല. ലീഗ് എന്ത് നിലപാടെത്തുമെന്ന് സംബന്ധിച്ച് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ലീഗ് എന്ത് നിലപാടെത്തും എന്നുള്ളത് എനിക്കറിയില്ല. ലീഗിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണല്ലോ ലീഗുമായിട്ട് ആലോചിക്കുന്നത്. സ്വാഭാവികമാണ്. അതും കോൺഗ്രസിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ? അത് ഇതിൻ്റെ UDF-ൻ്റെ ഒരു സൗന്ദര്യമല്ലേ? ചോദിക്കാൻ അഭിപ്രായം പറയും, എല്ലാവരും അഭിപ്രായം കേൾക്കണം. എല്ലാവരും അഭിപ്രായം പറയണമെന്നേ അവസാനം ആത്യന്തികമായിട്ടൊരു തീരുമാനം വരും. ആ തീരുമാനം ഞങ്ങളൊക്കെ അനുസരിക്കും. ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഇവിടെ പാണക്കാട് കൊടപ്പനക്കൽ തറവാടുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുക്കുന്ന തീരുമാനം UDF-ൻ്റെ പ്രവർത്തകർ 100% അംഗീകരിക്കും. അതിലൊരു സംശയം ഒരാൾക്കും വേണ്ട. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വെക്കുന്നതാണ് നല്ലത്. UDF ഇലക്ഷൻ നേരിട്ടത്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടികളുടെയും കൂടിയാണല്ലോ. അപ്പോൾ അതിൽ അഭിപ്രായം പറയുന്നതിൽ ഘടകകക്ഷികൾക്ക് അഭിപ്രായം പറയുന്നതിൽ പ്രശ്നമുണ്ടോ? കോൺഗ്രസിന്റെ ആഭ്യന്തരകാര്യം മാത്രമാണ് മുഖ്യമന്ത്രി? അല്ല, അതൊരു പ്രോസസ്സാണ്. അത് കുറച്ച് നിങ്ങൾ ചോദിക്കുന്ന പോലെ ഈസി ആയിട്ട് പറയേണ്ട കാര്യമല്ല. അതൊരു പ്രോസസ്സാണ്. അതിൽ പല തലങ്ങളുണ്ടായിരിക്കുമല്ലോ. ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ പറയാം. കോൺഗ്രസിൻ്റെ MLA-മാരുടെ അഭിപ്രായം സ്വാഭാവികമായിട്ടും നിർണായകമാണ്. ഒപ്പം സ്വാഭാവികമായിട്ടും സഖ്യകക്ഷികളുടെ അഭിപ്രായം ഹൈക്കമാൻഡ് തന്നെ ചോദിച്ചിട്ട് കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അത് സ്വാഭാവികമാണ്. അവർ അഭിപ്രായം സ്വാഭാവികമായിട്ട് എല്ലാവരും അഭിപ്രായം കേൾക്കും. അതിപ്പോൾ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാലും കേൾക്കും. ഞാൻ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും കേട്ടിട്ടുള്ള ആളാണ്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് മറുപടി പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നിങ്ങൾ പണ്ട് എന്നെ ഇതുപോലെ ഒരുപാട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വക്രീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് പൂർണ്ണമായി കേൾക്കാതെ മറുപടി പറയാൻ അർത്ഥമില്ല. കാര്യം വളരെ കൃത്യമാണ്. കോൺഗ്രസിൻ്റെ UDF-ൻ്റെ പ്രവർത്തകർ, ഞാൻ എന്താ പറയുന്നത്, UDF പ്രവർത്തകർ, അത് AICC ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുത്താൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനം വരും. ഇവിടെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു തീരുമാനം വരും. ആ തീരുമാനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾ പ്രവർത്തകരാണ്, ഞങ്ങൾ അച്ചടക്കമുള്ള പ്രവർത്തകരാണ്. അല്ല, കേരളത്തിൽ ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാ? അതാ എനിക്കറിയേണ്ടത്. പ്രതിപക്ഷ നേതാവ് ആരാ കേരളത്തിൽ? നിങ്ങൾ അതാരും ചോദിക്കുന്നില്ലല്ലോ. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. വൈകിട്ട് 5 മണി മുതൽ പത്രസമ്മേളനം നടത്തിയിരുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രൈം ടൈമിൽ മുഴുവൻ പത്രസമ്മേളനം നടത്തി അല്ലേ? മഴ പെയ്ത് കഴിഞ്ഞാൽ കുട ചൂടണം, അതുപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ മെഴുതിരി കൊളുത്തണം എന്നൊക്കെ ഉപദേശിച്ചിരുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ. അതേ എവിടെയാണ് ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രി? അതേ നിങ്ങളെ കാണുന്നുണ്ടോ? അഭിപ്രായം പറയുന്നുണ്ടോ? ഈ പരാജയത്തെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് മുങ്ങിയതല്ലേ? എന്താ മറുപടി പറയാത്തത്? അതല്ലേ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? 10 വർഷം ഭരിച്ച ഒരാൾ, കേരളം ഭരിച്ച ഒരാൾ,
CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രത്തിൽ എങ്ങനെയാണ് ജയിച്ചത്? കഷ്ടപ്പെട്ട് അല്ലേ? വാരണാസിയിൽ നരേന്ദ്രമോദി എന്താണോ അനുഭവിച്ചത് അതിൻ്റെ ഒരു തുടർച്ചയല്ലേ ധർമ്മടത്ത് കണ്ടത്? വാരണാസിയും ധർമ്മടവും ഒരുപോലെയാണ് അല്ലേ? വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് ജനങ്ങൾ കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. എത്ര വലിയ ഏകഛത്രാധിപതിയാണെങ്കിലും ആത്യന്തികമായി ജനാധിപത്യത്തിന് ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്നൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതാണ് ധർമ്മടത്ത് കണ്ടത്. ഒരു സംശയമുണ്ട്, അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഏറ്റവും വലിയ ആൻറ്റി ഇൻകംബൻസിയുടെ പീക്കിലാണ് ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ പഴയ പാർട്ടിക്കാർ പലരും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലമൊന്നും കണ്ടിട്ടിപ്പോൾ സൂചിച്ചിരിക്കേണ്ട. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി BJP-യുടെ പതനം ഉറപ്പാണ്. കേരളത്തിലേതുപോലെ തന്നെ ഒരു വലിയ തരംഗത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിൽ തിരിച്ചു വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.